ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. IPLന്റെ മിനി ഓപ്ഷൻ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സംഭവ ബഹുലമായ ഒരു ഓപ്ഷൻ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഏതായാലും ചില പ്രധാനപ്പെട്ട ടീമുകളുടെ വാങ്ങലുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വരാം. 9 താരങ്ങളെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ താരം അക്കീൽ ഹൊസൈൻ ആണ്. വെസ്റ്റ് ഇൻഡീസ് താരമാണ്. 2 കോടി രൂപ നൽകിക്കൊണ്ടാണ് CSK ഈ വിദേശ താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ എന്നീ ഡൊമസ്റ്റിക് താരങ്ങളെ CSK സ്വന്തമാക്കി. 14 കോടി 20 ലക്ഷം രൂപയാണ് ഈ 2 താരങ്ങൾക്കും ഇപ്പോൾ CSK നൽകിയിട്ടുള്ളത്. അൺക്യാപ്ഡ് താരങ്ങളാണ്. ഇവർക്ക് വേണ്ടി റെക്കോർഡ് തുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ചിലവഴിച്ചിട്ടുള്ളത്. കൂടാതെ മാത്യു ഷോട്ടിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 1 കോടി 50 ലക്ഷം രൂപയാണ് ഈ വിദേശ താരത്തിന് വേണ്ടി ചെന്നൈ ചിലവഴിച്ചിട്ടുള്ളത്. കൂടാതെ അമൻ ഖാനെ കേവലം 40 ലക്ഷം രൂപ നൽകിക്കൊണ്ട് CSK സ്വന്തമാക്കി. അതിനുശേഷം സർഫറാസ് ഖാനെ സ്വന്തമാക്കിയത് എടുത്തു പറയേണ്ട കാര്യമാണ്. 75 കോടി രൂപയാണ് സർഫറാസ് ഖാന് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുള്ളത്. ഇന്ന് കിടിലൻ ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. കൂടാതെ മാറ്റ് ഹെൻറിയെ കൊണ്ടുവന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് നല്ല ഒരു ബൗളറെ ആവശ്യമുണ്ടായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ഹെൻറിയെ 2 കോടി രൂപ നൽകിക്കൊണ്ട് CSK കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ രാഹുൽ ചഹറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്പിന്നറെ അവർക്ക് ആവശ്യമായി വന്നിരുന്നു. 5 കോടി 20 ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് രാഹുൽ ചഹറിനെ ചെന്നൈ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടാതെ സാക്ക് ഫോക്സ് എന്ന താരത്തെ കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 75 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടി CSK ചിലവഴിച്ചിട്ടുള്ളത്. ഇങ്ങനെ 9 താരങ്ങളെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി RCBയുടെ കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. 8 താരങ്ങളെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട താരം വെങ്കടേഷ് അയ്യർ തന്നെയാണ്. 7 കോടി രൂപ നൽകിക്കൊണ്ടാണ് ഈ ഓൾറൗണ്ടറെ RCB സ്വന്തമാക്കിയിട്ടുള്ളത്. കൂടാതെ പേസറായ ജേക്കബ് ഡഫിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കോടി രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാത്വിക് ദേശാൾ എന്ന താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. 30 ലക്ഷം രൂപ. മങ്കേഷ് യാദവിനെ കൊണ്ടുവന്നത് വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. 5 കോടി 20 ലക്ഷം രൂപയാണ് ഈ ഡൊമസ്റ്റിക് താരത്തിന് വേണ്ടി RCB ചിലവഴിച്ചിട്ടുള്ളത്. പേസ് ബൗളറാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ജോർദൻ കോക്സിനെ കൊണ്ടുവന്നു. 75 ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് ഈ വിദേശ താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. വിക്കി ഓസ്വാൾ 30 ലക്ഷം രൂപ. വിയാൻ മൽഹോത്ര 30 ലക്ഷം രൂപ. കനിഷ്ക് ചൗഹാൻ 30 ലക്ഷം രൂപ. ഇങ്ങനെയാണ് RCBയുടെ വാങ്ങലുകൾ വരുന്നത്. അങ്ങനെ 8 താരങ്ങളെയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം നമുക്കറിയാം. പേഴ്സിൽ കുറച്ച് ബാലൻസ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഡീകോക്കിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 1 കോടി രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. കൂടാതെ ഡാനിഷ് മൽവാർ എന്ന താരത്തിന് വേണ്ടി 30 ലക്ഷം രൂപ. മുഹമ്മദ് ഇസാർ എന്ന താരത്തിന് വേണ്ടി 30 ലക്ഷം രൂപ. അഥർവ അങ്കോൽക്കർ എന്ന താരത്തിന് വേണ്ടി 30 ലക്ഷം രൂപ. മായങ്ക് റാവത്തിന് വേണ്ടി 30 ലക്ഷം രൂപ. ഇങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ വാങ്ങലുകൾ വരുന്നത്. അതായത് ഡീകോക്കിനെ മാത്രമാണ് പ്രധാനമായി കൊണ്ടും ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ്, RCB അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് എന്നിവരുടെ പുതിയ താരങ്ങൾ ഇവരൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.